പ്ലാന്റിങ് രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിമ്പെന്ന് പറയും ഇതിന്, ചിമ്പെന്ന് പറയും. ഇതിങ്ങനെ ചൂടിൽ ഡാമേജ് ഇല്ലാതെ അറുത്തെടുക്കും. കുറച്ച് പേര് കൂട്ടിയെടുത്തിട്ട് അത് നമ്മളൊരു 2 അടി സ്ക്വയറായിട്ടുള്ള കുഴി കുത്തി അതിനകത്ത് മണ്ണും ചാണകവും ഒക്കെ മിക്സ് ചെയ്ത് ഒരുക്കിയെടുത്തിട്ട് ഇത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതലായിട്ടും പ്ലാന്റ് ചെയ്യുന്നത്. ഇതങ്ങ് ഒറ്റ ചിപ്പ് നട്ടാൽ മതി. അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ഒരു കമ്പും വെച്ച് കിട്ടി നമ്മളതിന് പിന്നെ മൾച്ചിങ് ആയിട്ട് ചില പൊതയൊക്കെ ഇട്ട് പിന്നെ വെള്ളം നനച്ച് കൊടുക്കും. ഒരു 3 മാസം കൊണ്ട് അത് നന്നായിട്ട് വേര് പിടിച്ച് പുതിയ ചിമ്പ് വളർന്നു തുടങ്ങും. പുതിയ ചിമ്പ് വളർന്നു തുടങ്ങും. അപ്പോൾ അതങ്ങ് ഒരു വർഷമാകുമ്പോഴത്തേക്ക് കുറഞ്ഞ് ഒരു 40-50 ചിമ്പാകും. 2 വർഷമാകുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും. 70-75 ഒക്കെ ആകാം. ആ വർഷം തന്നെ കായും നമുക്ക് തുടങ്ങും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഏലക്ക ഉണ്ടാകുന്ന ശരം എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഇതിന് ഒന്നിന് കൊത്തെന്ന് പറയും. കൊത്ത് നമ്മൾ കായ എടുക്കുമ്പം ഇതിൻ്റെ ഈ കായ എടുത്തു ഇപ്പം ഇന്നലെ ഇതിപ്പോൾ അടുത്ത പ്രാവശ്യം ഇതെടുക്കാം. അങ്ങനെ അങ്ങ് പറിച്ചെടുക്കും. ഇങ്ങനെ ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ആയിട്ടില്ല. പഴമല്ല, ഇത് അതിൻ്റെ താഴത്തെ സ്റ്റേജിലുള്ളതാണ്. നല്ല ടേസ്റ്റ് കിട്ടും. ഒരു സ്പൈസിയാണിത്. ആൻഡ്രോയിഡ് സാറ് പറഞ്ഞ ഈ ചിമ്പ് ഇതിന് 2 വർഷമായി ഇതിന് ആയുസ്. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രായമെത്തി നമ്മളത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനോടകം ഒരു മദർ ടില്ലർ അല്ലെ അതിൽ നിന്ന് പല ഇതുപോലുള്ള ചിമ്പുകൾ പുതിയ ഞങ്ങൾ തട്ടയെന്ന് പറയും. ചിമ്പെന്ന് പറയുന്നത് ചെറിയ പരുവത്തിലാണ് ചിമ്പെന്ന് വിളിക്കുന്നത്. ചിമ്പിന്റെ ഒരു നല്ലൊരു സ്റ്റേജിൽ ഒരു 8 മാസം 10 മാസം ആകുമ്പോഴാണ് അതിൽ ശരം വരുന്നത്. ഇതെല്ലാം ഒരുമിച്ചുള്ള ഒരു വളർച്ചയാണ്. ഒരു ഇതിന്ന് എത്രത്തോളം നമുക്ക് ഏലക്കായി കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വിളവെടുപ്പിൽ നിന്ന്? അത് പിന്നെ സീസണെ ആശ്രയിച്ചാണ്. നമുക്ക് കൃത്യമായിട്ട് മഴയും കാലാവസ്ഥയും അനുകൂലമാണെങ്കിൽ നമുക്കൊരു 8 റൗണ്ട് കായ എടുക്കാം. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് ഇപ്പം 5 റൗണ്ട് കായ കിട്ടും, 5 പ്രാവശ്യം. അത് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ 30-35-40 ദിവസം വരെ ആകാം. അതിനിടയ്ക്ക് ഒരു റൗണ്ട് കായ എടുക്കാം. ഇതിപ്പോൾ 5ാമത്തെ റൗണ്ട് കായ എടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഭാഗം ഇന്നലെ എടുത്ത് കായ നമ്മൾ മുകളിൽ എടുത്തോണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ വർഷത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഈ വേനൽ ആരംഭിച്ചു. ഇപ്പം ഇനിയിപ്പോൾ ഇത് ശരിക്കും ഇറിഗേറ്റ് ചെയ്യേണ്ട സമയമായി. നന്നായിട്ട് നനച്ചു കൊടുക്കുക ചെയ്തെങ്കിൽ കൃഷി പ്ലാന്റ്സ് നിൽക്കത്തുള്ളൂ. അതുപോലെ കൂടുതൽ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നൊരു സമയവും ഇപ്പോഴാണ്. വേനൽ ആരംഭിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ജീവികൾക്ക് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയും നീരിന് വേണ്ടിയും ഇതിന് പിന്നെ ഇത് പറ്റിപ്പിടിച്ചിരുന്ന് അതിന് ഹോളുണ്ടാക്കി അതിനകത്ത് കയറും. അതിനകത്ത് കയറി അതിൻ്റെ ആ പ്രധാന ഭാഗം പിന്നെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഉണങ്ങിപ്പോവും. ഇപ്പം ഇതിനെ ചെറുതായിട്ട് അതിൻ്റെ ബാധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുപോലെ എന്തെങ്കിലും ചെറിയ റീസൺ ആയിരിക്കും, പക്ഷെ അതുപോലെ നോക്കിയെങ്കിൽ ഞങ്ങളൊക്കെ പറയാറുള്ളത് മക്കളെ നോക്കുന്ന പോലെ ഈ കായ്ക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ത്രിപ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇതിന് പുറത്തൊരു എന്നാ പറയുന്നതിന് ചൊറി എന്ന് പറയും. ഇതിന് മുകളിൽ ഈ പിന്നെ സ്കിന്നിൻ്റെ പുറത്ത് നമ്മുടെ തൊലിയുടെ പുറത്ത് ഒരു മാർക്ക് വരും. ഏത് കായ്കനികൾക്കും ഉള്ളതാണ്. നമ്മളൊരു നെല്ലിക്കാണേലും ഓറഞ്ച് ആണേലും നമ്മളിങ്ങനെ ഒരു കീടത്തിന്റെ ഒരു ചെറിയ അറ്റാക്ക് പോലെ കാണുകയില്ലേ, അത് സക്കിങ് പെസ്റ്റ് ആണ്. ഞങ്ങൾ ഏലകൃഷിക്കാർ പറയുന്നത് ചൊറി എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ പല ലെവലുണ്ട്. ഈ ശരിക്കും ചെറിയൊരു ചൊറിയ ഉള്ളെങ്കിൽ അത് കുഴപ്പമില്ല. അതേസമയം ഒരു 10% കൂടുതൽ ഇത് വരുമ്പോഴത്തേക്ക് മൊത്തത്തിലൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ കളറങ്ങ് മാറും. അകത്തെ അതിൻ്റെ ജീവരസം ഒത്തിരി ഈ കീടങ്ങൾ ഊറ്റി കുടിക്കും. അതാ ചൊറി, സക്കിങ് പെസ്റ്റാണത്. ഏലക്കായിൽ പല വലിപ്പം നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും വലിയ കായ്ക്കാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടിയ വില. ഇതിൽ തന്നെ ഒരു 30-35% ഏറ്റവും 8 mm എന്ന് പറയും, 8 mm തിക്നെസ്. 8 mm ബോൾട്ടെന്നും പറയും. 8 mm തൊട്ട് മുകളിലേക്കുള്ളതിന് നല്ല വിലയാണ്. മാർക്കറ്റിൽ ആവറേജ് ഒരു 1000 രൂപ ആവറേജ് വരുമ്പോൾ നമ്മൾ ഇത് അരിച്ചെടുത്ത് 8 mm പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1450-1500 രൂപ റേഞ്ചിലേക്ക് വില വ്യത്യാസം ഉണ്ടാകും. അപ്പം വാങ്ങുന്ന കച്ചവടക്കാർ ശ്രദ്ധിക്കുന്നത് ഇതിനകത്ത് എത്ര % 8 mm ഉണ്ട്, അല്ലെങ്കിൽ എത്ര % 7 to 8 mm ഉണ്ട്,
എത്ര പെർസെൻറ്റ് 7 ബിലോ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു 3-4 ഇതിലാണ് കാറ്റഗറിയിലാണ് ഏലക്കായുടെ വിൽപ്പന നടക്കുന്നത്. കൃഷിക്കാർ മുഖ്യമായിട്ടും ഇത് ബൾക്കെന്ന് പറയും. തോട്ടത്തിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു അത് ഉണങ്ങി ആവറേജ് വില തൃപ്തി ഉള്ളതാണെങ്കിൽ നമ്മളങ്ങ് കൊടുക്കും. എന്നിട്ട് കച്ചവടക്കാരാണ് അത് അധികം ഗ്രേഡ് ചെയ്ത് അവർക്ക് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് അവർക്കാണ് കിട്ടുന്നത്. എങ്ങനെ ഇതിൻ്റെ ഒരു എന്ത് വളമാണ് കൂടുതലും കൊടുക്കുന്നത്? എങ്ങനെ അതിൻ്റെ ഒരു വളത്തിന് ഇപ്പം ഞങ്ങൾ ഓർഗാനിക്കാണ്, ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഈ ടോമിച്ചൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഓർഗാനിക്കായിട്ടുള്ള വളവും കീടനാശിനി ആ രീതിയിലാണ് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചാണകം ഉപയോഗിക്കാറുണ്ട്. പിന്നെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന ജൈവ രീതിയിലുള്ള കീടനാശിനി പ്രയോഗം വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനം മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സൗകര്യമാണ്. അദ്ദേഹം സണ്ണി പഴയപറമ്പിൽ ഇവിടുത്തെ ഒരു പാരമ്പര്യമുള്ള പഴയ കർഷകനാണ്. പുള്ളി കൃഷിയോടൊപ്പം കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു പദ്ധതി നിലയിലാണ് ഈ ഏലം ഉണങ്ങിക്കൊടുക്കുന്നത്. നമ്മുടെ ഏലകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അത് കൃത്യമായിട്ട് ഉണങ്ങി പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം വെയിലത്തിട്ട് ഉണങ്ങാൻ പറ്റുകയില്ല, ചൂടത്തിട്ട് ഉണങ്ങാൻ പറ്റുകയില്ല. അതിന് കറക്റ്റ് പിന്നെ ചൂട് കൊടുത്ത് അതിനുള്ള ആ മെഷീൻ, ആ ഡ്രയർ എന്നാണ് അതിന് പറയുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായത്. ആ രീതിയിൽ ഉണക്കി വിറ്റാൽ നമുക്ക് അതിൻ്റെ കളറ്, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നിലനിർത്താൻ ഒക്കെയുള്ളൂ. അക്കാര്യത്തിൽ പുള്ളിയൊരു മിടുക്കനായ ആളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെയാണ് കായ ഉണങ്ങുന്നത്. പലരും കൊണ്ടുവരുന്നുണ്ട് കായ. അപ്പോൾ നമ്മൾ ആദ്യമേ തൂക്കി എടുത്തിട്ട് തൂക്ക് ചീട്ട അവർക്കും കൊടുക്കും. നമ്മൾ ബുക്കാൽ ഡെയിലി എഴുതി വെക്കും. കഴിഞ്ഞിട്ട് ഇത് വാഷിംഗ് മെഷീനുണ്ട്, വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകും. ഇതിനകത്തോട്ട് കായ നമ്മൾ ഒരു 100 കിലോ അല്ല 110 കിലോ വരെ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. 110 കിലോ കായ ഇങ്ങനെ ഇട്ടിട്ട് ഇതങ്ങോട്ട് ലോക്ക് ചെയ്യും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെള്ളം കറങ്ങി കഴിയുമ്പോഴത്തേന് സോഡിയം ഇട്ടിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്യും. അപ്പം കുറച്ചുകൂടെ ആ സോഡിയം എല്ലാം കൂടെ മിക്സായിട്ട് കുറച്ച് വെള്ളം കൂടെ ഉള്ളത് വലിഞ്ഞങ്ങ് പൊക്കോളും. വലിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കായ ഇങ്ങനെ താഴോട്ട് വരുന്നത്. ഈ നമ്മൾ ഏലക്ക എടുക്കുമ്പം ഏലക്ക മണ്ണുമായിട്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ മണ്ണ് കാണും. മഴക്കാലത്ത് നമുക്ക് ചെളിയായിട്ട് കഴുകാനുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്ന കലങ്ങിയ ചെളിവെള്ളം പോലെയാണ് പോകുന്നത് കഴുകുമ്പോൾ. പിന്നെ പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഒരു പൂ പോലെ ഉണ്ട്, അതും കുറച്ച് പോവും. എല്ലാം കൂടെ അങ്ങ് വാഷ് ചെയ്ത് അങ്ങ് പൊക്കോളും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ വളത്തിൻ്റെയും കീടനാശിനിൻ്റെയൊക്കെ അംശം ആ തൊഴിൽ പുറത്തുണ്ടാകും. അത് ഈ വാഷിങ്ങോടുകൂടി ഒരു 50% അങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് ഓരോ ഡ്രയറിനും ഇത്ര കിലോ എന്നുള്ളത് മൊത്തത്തിൽ വരുന്നതിൻ്റെ ഡിവൈഡ് ചെയ്ത് അപ്പം നമ്മുടെ ഇതിനകത്ത് 1000 കിലോ വരെ അടിക്കാവുന്ന ഇത് 500-ൻ്റെയാണ്. 12 മണിക്കൂർ കൊണ്ട് ഉണങ്ങുന്ന, 12 അല്ല 14 മണിക്കൂറുണ്ട്. പക്ഷേ നമ്മൾ ലോഡ് കൂടുതൽ വരികയാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ലോഡ് കയറ്റി കൊടുക്കാം. എന്തായാലും ഇച്ചിരി മണിക്കൂർ പോകുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ ടെമ്പറേച്ചർ കറക്റ്റ് നോക്കി പോവുകയാണെങ്കിൽ കളറിനൊന്നും വ്യത്യാസം വരികയില്ലാതെ. അപ്പോൾ അതിന് ഇതുപോലുള്ള ആ നെറ്റ്, ഈ മീൻവലയെന്ന് പറയും, അതിട്ടാൽ ഓരോരുത്തരുടെയും കള്ളി തിരിച്ച് കായടിക്കുന്നത്. പിന്നെ എല്ലാവരും സാധാരണ രീതിയിൽ നിലത്ത് അതൊന്ന് അടിയിൽ നിരത്തി ഇട്ടു, അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ വലയിട്ടു, അതിൻ്റെ അടുത്ത് അങ്ങനെയാണ് ഇല വെക്കുന്നത്. നമ്മളതല്ല. ഇപ്പോൾ ഈ അടിയിൽ ഇടുന്നത് ഇതിന് 2 മെത്തേഡാണ്. ഇതിൻ്റേതെന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഏറെ താഴോട്ട് പോകുന്നു. അപ്പം മുകളിൽ നിന്ന് ആദ്യം ഉണങ്ങി വരുന്നത്. അപ്പം മുകളിലത്തെ കായ്ക്ക് കൂടുതൽ കളർ കിട്ടും. ഇത് താഴെ നിന്ന് മുകളിലോട്ടാണ് ഉണങ്ങുന്നത്. അപ്പം അത് അടിയിൽ നിന്നുള്ള കായ്ക്ക് കൂടുതൽ കളർ കിട്ടും. അപ്പം നമ്മളെല്ലാവരോടും ഒരേ രീതിയിലാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നീതി പുലർത്തണം. അതുകൊണ്ട് ഞാൻ ഒരു 10-15 വർഷമായി തുടങ്ങിയിട്ട്, അത് കഴിഞ്ഞ് ആദ്യത്തെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞാൽ ചായച്ചിങ്ങനെ അടിക്കും. പൊക്കം ഇപ്പോൾ 500 കിലോ കൊണ്ട് ഞങ്ങൾക്കറിയാം, ഈ പുള്ളിക്ക് അറിയാതെ എത്ര പൊക്കത്തിന് അടിക്കണമെന്നത്. അതനുസരിച്ച് ഒരാളുടെ ആദ്യം അടിച്ചു, ചായച്ചി വലയങ്ങിടും,
അടുത്തയാളുടെ ഇടും. അപ്പോൾ എല്ലാവരുടെയും താഴെ തുടങ്ങി മുകളിൽ വരെയും വന്നോളും. അപ്പോൾ എല്ലാത്തിനും ഈക്വലായിട്ടുള്ള ഇതിൽ കളർ വരുവ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര സമയം വേണം? അത് നമ്മളിപ്പം ഇതിനകത്തൊരു 700 കിലോ ഒക്കെ ആണെങ്കിൽ ഒരു 20 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂർ കൊണ്ട്. ആ സമയത്ത് ഒരു 1000 കിലോ ഒക്കെ വരുവാണെങ്കിൽ 23, 22, 23 മണിക്കൂർ. ലോഡ് കൂടുന്തോറും ഇച്ചിരി കളർ കുറയും. കാരണം ഇച്ചിരി സമയം കൂടി പോകും ഉണങ്ങി വരാനുള്ള. ഈ വെള്ളം വലിഞ്ഞ് വരാൻ ഇപ്പോൾ നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ലോഡ് 1000 കിലോ എന്ന് പറയുമ്പോൾ ഇത്രയും കയറി വരുമ്പോഴത്തേന് ഇതിൻ്റെ മുകളിലത്തെ വെള്ളം വലിഞ്ഞ് വരാൻ മണിക്കൂറുകളെടുക്കും. അതൊക്കെയാണ് ഈ ഉണങ്ങാനുള്ള താമസം വരുന്നത്, കളർ കുറയാനുള്ള കാരണം. പെട്ടെന്ന് തന്നെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് വെള്ളം വലിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ലോഡ് കൂടുതൽ കൊടുക്കണേ ഒരു 500 കിലോ ആദ്യം അങ്ങ് അടിക്കും. അത് കഴിഞ്ഞിട്ട് മുകളിൽ വല ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേന് അടുത്ത ഒരു 150-200 കിലോ ഇടും. അത് ഓഫ് ചെയ്യാതെ ഓൺ ചെയ്ത് തന്നെ. അപ്പം അതിന് താഴത്തെ കായ്ക്കും കുഴപ്പമില്ല, മുകളിലത്തെ കായ്ക്കും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ 2-3 ട്രിപ്പായിട്ട് അടിക്കും. അടിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഓൺ ചെയ്ത സമയത്ത് തന്നെ 1000 കിലോ കയറിയെന്നാലും കുഴപ്പമില്ലാതെ കളർ തന്നെ എടുക്കാൻ പറ്റും. നമുക്ക് ഇച്ചിരി പണി കൂടുതലാണ്. എന്നാലും നമ്മൾ ആൾക്കാരോട് പരമാവധി നീതി പുലർത്തണം. അതിന് വേണ്ടി പരമാവധി നമ്മുടെ സമയം കളഞ്ഞാലും പണി കൂടുതലാണേലും അങ്ങനെ ചെയ്യും. ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവലൊക്കെ എങ്ങനെയാണ്? ടെമ്പറേച്ചർ നമ്മൾ സ്റ്റാർട്ടിങ് 48 ഡിഗ്രി കൊടുക്കും. 48 കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വിടാവുന്നതാണ്. ഇതിങ്ങനെ പോയി ഇപ്പം 55 58 കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം കാതേക്കാറായി വരുന്നു. അത് 48 കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അത് 50 ആക്കും. പിന്നെ 4 മണിക്കൂർ കഴിയുമ്പോൾ 52. പിന്നെ അടുത്ത 4 മണിക്കൂറാകുമ്പോൾ 54. പിന്നെ 2 മണിക്കൂറിന് കൂട്ടി വിടും. പിന്നെ കുറവാണെങ്കിൽ, അളവ് കുറവാണെങ്കിൽ, ഇതിപ്പം ഇന്നലെ 6:30 ഇട്ടതാണ്. ഇതിനകത്ത് 600 കിലോയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് തേക്കാറാവും. അതുകൊണ്ട് അന്നേരം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി കൂടെ ഈ കായയുടെ പരുവ ഇടയ്ക്ക് നോക്കി അതനുസരിച്ച് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കും. അത് നോക്കി ചെയ്യണം. കൂടുതൽ നമ്മൾ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ കൊണ്ട് ടെമ്പറേച്ചർ കൂടിപ്പോയെന്നാൽ കളർ കുറയും. എങ്ങനെ ഉണക്കാനൊരു ചാർജൊക്കെ എങ്ങനെയാണ്? ചാർജ് കിലോയ്ക്ക് 12 രൂപ. 12 രൂപ. പച്ചക്കായ്ക്കാണ് 12 പീസ് കളക്ട് പച്ചക്കായ്ക്ക. അത് ഉണങ്ങി വരുമ്പം ചിലപ്പം 4.5 കിലോ 5 കിലോ ഉണങ്ങുമ്പോഴാണ് 1 കിലോ കിട്ടുന്നത്. ചിലപ്പോൾ അത് 6 കിലോ 7 കിലോ വരെ വരുന്നുണ്ട്. കായ എടുക്കുന്നതിൻ്റെ ഉണ്ട്. കായ്ക്കകത്ത് അരി കുറവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ കൂടുതൽ പൊട്ടാഷ്യമൊക്കെ ചെയ്ത് നല്ലപോലെ നോക്കുന്നവർക്കൊക്കെ 5-1 വരും. കായ്ക്ക് വെയിറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ 6-1, 7-1 വരെ വരുന്നതുണ്ട്. 4-1, 4-1 വരുന്നത് കായുണ്ട്. ഇക്കൊല്ലം തന്നെ ഇവിടെ 4-4.5 വരെ വന്നവരുണ്ട്. അത്രയും വെയിറ്റ് കുറഞ്ഞും വരുന്നുണ്ട്. പിന്നെ നല്ല കളർ കിട്ടണമെങ്കിൽ കളർ ചേർക്കുന്നവരുണ്ട്. നമ്മളിവിടെ ആ പണിയില്ല. കളർ ചേർത്തുള്ള ഏർപ്പാടേ കൃത്രിമമായിട്ട് കളർ ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷനിലൊക്കെ പോകുമ്പോൾ ചിലപ്പം റിജക്റ്റ് ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന സ്റ്റോറിൽ ഇറങ്ങിയത്. പിന്നെ നമ്മൾ വേണം ഇതിന് സമാധാനം പറയാനും. നാച്ചുറലായിട്ടുള്ള കളറാണ് അംഗീകാരം കിട്ടുന്നത്. ഈ കൃത്രിമമായിട്ട് കളർ ചേർത്ത് കഴിഞ്ഞാൽ അത് അതായത് പച്ചക്കായ്ക്ക് പച്ച കളർ ഉണ്ടെങ്കിൽ അതിന് ഉണങ്ങി വരുമ്പം കളർ കിട്ടും. ഈ പച്ചക്കായ്ക്ക് കളർ കിട്ടണമെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് കുറവായിരിക്കണം. ഇച്ചിരി വെയിലടിയൊക്കെ കിട്ടിയെന്നാലേ കായ്ക്ക് കളർ കിട്ടുള്ളൂ. ചോട്ടി ചപ്പ് കിടക്കും. അനുകൂലമായ പല ഘടകങ്ങളും അതിനകത്തുണ്ട്. അതായത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു 5-6 പേരുടെ ഇട്ടിട്ടുണ്ട്. ഈ 6 പേരുടെയും 6 തരത്തിലിരിക്കും കളർ. ഒറ്റ സ്റ്റോറിൽ ഒരേ, ഞാൻ പറഞ്ഞില്ല, ഈ താഴേന്ന് മുകളിലോട്ട് ഒരേ രീതിയിലാണ് അടിച്ചിരിക്കുന്നത്. കറണ്ടയിൽ ഫാൻ ഓടുന്നു. വിറക് ബ്രിക്കറ്റ്. ഇപ്പം ചിലവ് കണ്ടവാനം കൂടിയുന്നു. വിറകിൻ്റെ വിലയാണെങ്കിലും 1 മീറ്റർ വിറകിന് 2500 രൂപ 3000 രൂപ ഇവിടെ വരുമ്പോൾ ഒറ്റ മീറ്റർ വിറകിൻ്റെ വില.
കാരണം ഇപ്പം പിക്കപ്പേൽ വരുന്നതെന്ന് പറഞ്ഞാൽ 3 മീറ്റർ കഷ്ടിയേ കാണുള്ളൂ. നേരത്തെയൊക്കെ ഇവിടെ ഞാൻ തുടങ്ങിയപ്പം 1 മീറ്റർ പറയുന്നത് 450 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഇവിടെ അട്ടി വെച്ച് കിട്ടും, 500 രൂപയ്ക്കൊക്കെ മേടിക്കുമായിരുന്നു. അന്ന് 6 രൂപ ഉണക്കൂലിയുള്ളൂ. ഇപ്പോൾ ആ സ്ഥാനത്ത് 12 രൂപ ആയപ്പോഴത്തേന് അതിന് 5 ഇരട്ടി വിലയായി. 2500 രൂപ 3000 രൂപയോളമായി വിറകിൻ്റെ വില തന്നെ. അതുപോലെ തന്നെ ബ്രിക്കറ്റ് ആണെങ്കിലും 4 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്നത് ഇപ്പം 11 രൂപയായി. ഇത് കളയാൻ വേണ്ടിയിട്ടാണ് തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൈ ഇട്ട് ഇങ്ങനെ ഉരച്ചുരച്ച് വേണം കളയാൻ. അത് ഇത്രയും ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് കഴിയും. എത്ര നേരം എടുക്കും ഇത് ഒന്ന് ആയി വരാൻ, ഈ സാധനം റെഡി ആവാനായിട്ട്? ഇതങ്ങനെയല്ല, നമ്മളിപ്പോൾ ഈ കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കുറേശ്ശെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ അത് എത്ര കിലോ ഉണ്ടോ അത്രയും അത് തീരുന്നതനുസരിച്ച്. അതുകൊണ്ട് ഇതിന് സമയം പറയാനൊക്കെയില്ല. ഇപ്പോൾ ഒരു കൊട്ടയോ ഉള്ളെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അല്ല 2 മിനിറ്റ് കൊണ്ട് തീരും. ഇതിപ്പോൾ 3 കൊട്ടയുണ്ടെങ്കിൽ അത് അല്ല അത് ഇതിങ്ങനെ കറങ്ങി നമ്മൾ ഈ അരി പൊടിക്കുന്ന അതേ മെത്തേഡായിരുന്നു ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇത് കറങ്ങി വന്ന് ഈ ഓപ്പൺ ഉണ്ട്, അതിനകത്തോടെ ഇങ്ങനെ പതുക്കെ കുറേശ്ശെ നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ആ കുറേശ്ശെ ഇങ്ങനെ വന്നോളും. അങ്ങനെ വന്ന് ഒരാളുടേത് തീർന്നു കഴിയുമ്പം ഫുള്ളായിട്ട് കുറച്ച് നേരം കറങ്ങി തീർന്നു കഴിയുമ്പോഴത്തേന് ബാക്കി ഒരു ശകലം ഒരു 1/2 കിലോ 1 കിലോ, ഇപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, 1/2 കിലോ കാണും. അതിങ്ങനെ നമ്മൾ തുറന്നിട്ട് തൂത്തുവാരി അതിങ്ങനെ പുറത്തോട്ട് അങ്ങോട്ട് പുറത്തോട്ട് പോകും. അരി എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കാ പൊട്ടിയ അരി വരും. ഇത് ഇച്ചിരി ഈ അരി മാത്രം ക്ലീനാക്കി അല്ല ഇത് ഇങ്ങോട്ട് വരും അരി. അത് നമ്മൾ സാധാരണ ഗതിയിൽ ഇതിനകത്ത് ഇച്ചിരി നാര് വീണിട്ടുണ്ട്. സാധാരണ ഗതിയിൽ ഇങ്ങനെ കായ്ക്കകത്തോട്ട് തന്നെ അങ്ങ് ഇട്ടുവിട്ട് ഇതിപ്പോൾ അരി ഇട്ടില്ലേ, ഇപ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഇളകി കഴിയുമ്പോൾ അത് കാണാനില്ല. ഏലച്ചെടിയിൽ ഏറ്റവും നല്ല കരുത്തുള്ള ഒരു ചെടിയാണിത്. കാരണം ഇത് വളരെ നല്ല സംരക്ഷണയിലും അധികം പ്രായമാകാത്തതും, അതായത് 2 വയസ്സ് തികയുന്നതേ ഉള്ളൂ. ആ ഒരവസ്ഥയിൽ വളർത്തി പരിപാലിച്ചു കൊണ്ടതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ചിമ്പ് തട്ട എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു വലിപ്പവും അതിൻ്റെ കരുത്തും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിലവാരം മനസ്സിലാക്കാൻ പറ്റും. പച്ച നിറവും. പക്ഷേ ഇതിൽ ക്രോപ്പ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അടുത്ത വർഷം നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്ന ഒരു ചെടിയാണിത്. ഇതിപ്പോൾ നമ്മൾ ക്രോപ്പ് ആരംഭിച്ചു, കുറച്ച് പേരിന് മാത്രം കുറച്ച് കായൊക്കെ ഉള്ളൂ. ഇത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ഏകദേശം ഒരു ശരാശരി ഒരു 5 കിലോ പച്ചക്കായ എന്ന് പറഞ്ഞാൽ 1 കിലോ ഉണക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രൊഡക്ഷൻ ക്രോപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം കുറച്ചുകൂടെ മെച്ചപ്പെടും, മാക്സിമത്തിലാകും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇതിൻ്റെ ഈ സ്ഥിതി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം. ഇനി വരുന്ന വരൾച്ചക്കാലമാണ്. ആ വരൾച്ചക്കാലത്ത് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുകയും ആവശ്യത്തിനുള്ള വളവും കൊടുത്ത് പരിപാലിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ജൂൺ ജൂലൈ ഓഗസ്റ്റ് മുതൽ നല്ല ക്രോപ്പ് കിട്ടും. ഈ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഏത് ഇനം ഏലക്കാണ്? അത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഏലമേഖലയിൽ ഒരു 90% ഞള്ളാനി കൃഷി. ഇത് നമ്മൾ ചപ്പിട്ട് സംരക്ഷിച്ചേക്കുന്ന ഒരു ചെടിയാണ്. ഏലം എന്ന് പറയുന്നത് അതിൻ്റെ വേരുപടലങ്ങൾ ഏറ്റവും മണ്ണിന് ഉപരിതലത്തിൽ കൂടി വ്യാപിക്കുന്ന ഒരു കൃഷിയാണ്. തായ്വേരില്ല, അതുപോലെ ഡീപ്പിൻ താഴേക്ക് പോകുന്ന വേരുപടലങ്ങൾ ഏലത്തിനില്ല. എല്ലാം ഉപരിതലത്തിലേക്ക് വരുന്ന ഒരു പ്രകൃതമാണ് ഏലകൃഷിക്കുള്ളത്. അപ്പം നമ്മൾ ഉപരിതലത്തിലാണ് ഇതിൻ്റെ ഡ്രഞ്ചിങ്ങും, അതായത് വളം ഒഴിക്കുന്നതും ജൈവവളമാണെങ്കിലും കൊടുക്കുന്നതെല്ലാം ഉപരിതലത്തിലാണ്. അപ്പം ഇതിങ്ങനെ ഒരു ലെയറൊന്ന് ഈ ചപ്പ് മാറ്റിയാൽ കാണാം ഇതിന് ഇവിടെ ആട്ടിൻകാഷ്ടോ അതുപോലുള്ള ജൈവ പദാർത്ഥങ്ങളായിരിക്കും. അതിൻ്റെ മുഖ്യ കാരണം ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ കൂടി ഒരു ആണ്ടുവട്ടം മുഴുവൻ നോക്കിയാൽ പല പ്രാവശ്യം ആൾക്കാർ പരിചരണത്തിനും കായെടുക്കാനും ഒക്കെ ആയിട്ട് ചവിട്ടി തറച്ചു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് ആൾക്കാരുടെ വെയിറ്റ് കൊണ്ട്. അതുപോലെ ഈ റൂട്ടിനൊരു സ്ട്രെസ് വന്നിട്ട് റൂട്ട് ഡാമേജും ഉണ്ടാവും ഈ ഒരു ഇങ്ങനെ ചുറ്റും ഉള്ള ചവിട്ട് ഏൽക്കുന്നുണ്ട്. അതെല്ലാം ഒരു 100% പരിഹരിക്കാൻ ഇതുപോലെ മൾച്ച് ചപ്പയോറുകൾ പാക്ക് ചെയ്ത് സംരക്ഷിച്ച് ഈർപ്പത്തിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ്. എന്ത് തരത്തിലുള്ള മണ്ണ്, എങ്ങനെ ഒരു മണ്ണിലായിരിക്കും ഏറ്റവും കൂടുതൽ? നമ്മൾ മണ്ണ് ലാബിൽ പരിശോധിക്കണം. അതിൽ ഏത് ഘടകമാണെന്ന് കുറവുള്ളതെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ അനുസരിച്ചുള്ള മാനുവൽ ആപ്ലിക്കേഷനാണ് നടത്തേണ്ടത്. പലപ്പോഴും നമ്മളത് നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കടകളിൽ നിന്ന് കിട്ടുന്ന വളം വാരിയങ്ങിടും.
അത് ഗുണത്തിന് വരെ ദോഷം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ മണ്ണ് പരിശോധിച്ച് അതിനകത്ത് ഏത് ഘടകവും കുറവുണ്ടെന്ന് നോക്കണം. പൊതുവേ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വളരെ ഉണ്ട്. പിന്നെ കുറവായിട്ട് വരുന്ന പൊട്ടാഷിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അത് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനേക്കാളെല്ലാം ഇപ്പോൾ വാസ്തവത്തിൽ ഓർഗാനിക്കായിട്ടുള്ള നമ്മുടെ ഇറ്റോമിച്ചിൻ്റെ ലാബിലൊക്കെ പരിശോധിച്ച് തരുന്ന പിന്നെ ഒരു വളം വളരെ ഫലപ്രദമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ജൈവ രീതിയിലേക്ക് മാറാൻ കൃഷിക്കാർ വളരെ ആഗ്രഹിക്കുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഏലക്കൊക്കെ നട്ടു തുടങ്ങി അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വിൽക്കണ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ ഉണക്കി എടുത്ത് അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ഇത് തുടങ്ങി അവസാനിക്കുന്നത്? ഏലക്ക സ്റ്റോറിൽ നിന്ന് ശേഖരിച്ച് കഴിഞ്ഞിട്ട് അതിപ്പം കൂടുതലായിട്ട് വിൽക്കുന്ന ഓപ്ഷൻ സെൻറ്റർ മുഖാന്തരമാണ്. അത് സ്പൈസസ് ബോർഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ അംഗീകാരത്തോട് നടത്തുന്ന പല ഓപ്ഷൻ സെൻറ്റേഴ്സുണ്ട്. ആ ഓപ്ഷൻ സെൻറ്ററിൽ കൊണ്ട് നമ്മുടെ കാ തൂക്കി ഏൽപ്പിച്ച് നമ്മുടെ കായയുടെ സാമ്പിൾ എടുത്ത് അതൊരു ബാഗിനകത്ത് സൂക്ഷിക്കും. എന്നിട്ട് അത് ഓപ്ഷനിൽ വെക്കും. ഓപ്ഷനിൽ വെക്കുമ്പോൾ ഈ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ബയേഴ്സ് വരുമ്പം അവരുടെ മുമ്പിൽ ഈ സാമ്പിൾ കാണിക്കും. ലോട്ട് നമ്പർ കൊടുത്തിരിക്കും. ഇപ്പം സണ്ണിയുടെ കായ ആണെങ്കിൽ സണ്ണിയുടെ കായ 100 അല്ലെങ്കിൽ 101 അല്ലെങ്കിൽ നമ്പർ കൊടുത്ത് ലോട്ട് നമ്പർ 101 അവർ അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവർ സാമ്പിൾ കൊണ്ടുപോയി എല്ലാ ബയേഴ്സിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അവരതിനകത്ത് കുറച്ചെടുക്കും കായ. എന്നിട്ട് അവരിങ്ങനെ അനലൈസ് ചെയ്യും. അത് ശരിക്കും പരിശോധിക്കും. അതിനകത്ത് എത്ര ശതമാനം ബോൾഡ് കിട്ടും, വലിയ കായ വലിപ്പമുള്ള കായ എത്ര കിട്ടും, അതിൻ്റെ അടുത്ത താഴെയുള്ള എത്ര കിട്ടും എന്നുള്ളത് സംബന്ധിച്ച് നോക്കിയിട്ട് 1 കിലോ കായിൽ ഒരു 30% 8 mm ബോൾഡ് കിട്ടും എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വിലയാണ് അവർ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ആരംഭിച്ച് കഴിയുമ്പം ഓപ്ഷൻ ചെയ്യുന്നയാൾ സ്റ്റാർട്ടിങ്ങിൽ 800 രൂപ അല്ലെ ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പം അടുത്തിരിക്കുന്ന ബയർ പറയാണ് 810, അടുത്തയാൾ പറയാണ് 815, 820. അങ്ങനെ ഒരു ഷോർട്ട് ഒരു 2-3 മിനിറ്റാണ്. ഇപ്പോൾ അത് ഓൺലൈൻ മാർക്കറ്റിലേക്ക് കഴിയുമ്പോഴത്തേനും മുഴുവൻ വാസത്തിൽ വാഗൊണ്ട് പറയണ്ട, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ടെർമിനലിൽ വില എഴുതി വരും. നമ്മൾ അടിച്ചു കൊടുക്കുക, ടെർമിനലിൽ വില അടിക്കുക. അതപ്പോൾ എല്ലാവർക്കും കാണാം. അപ്പം വിളിച്ച് പറയാതെ തന്നെ ഈ ഓപ്ഷൻ പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് മാക്സിമം ടൈം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 900 രൂപ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ആയി എന്ന് വിചാരിക്കുക. അവർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ വില, ആ വില നമുക്ക് ഒരു 21 ഡേയ്സ് കഴിയുമ്പം പൈസ കിട്ടും. അതിനൊരു ചെറിയ പോർഷൻ, ചെറിയൊരു ശതമാനം സാമ്പിളായിട്ട് അവർ കൊടുക്കണം. ബാക്കി നമ്മുടെ കായയുടെ മൊത്തം ക്വാണ്ടിറ്റി തൂക്കിയ ആ ഒരു സ്ലിപ്പ് നമ്മുടെ ഇതിലുണ്ട്. അത് നമ്മൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ പിന്നെ റേറ്റ് ഫിക്സ് ഓപ്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളെ അറിയിക്കും. നിങ്ങളുടെ കായ 850 രൂപയ്ക്ക് അല്ലെങ്കിൽ 900 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ്. അത് കഴിയുമ്പോഴേ നമുക്ക് ആ പൈസ നമുക്ക് ആ ഡ്യൂ ഡേറ്റിൽ ബാങ്കിലേക്ക് ആ എമൗണ്ട് വരും. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. 50 കിലോ ഉണ്ടെങ്കിൽ പോലും ആ ഓപ്ഷൻ സെന്ററിൽ കൊണ്ട് പതിക്കാൻ വിരോധമൊന്നുമില്ല. ഈ ഫിൽറ്ററിംഗ് എല്ലാം ഒരു ലോട്ട് നമ്പർ കിട്ടുന്നതിന് മുമ്പ് കഴിയുന്ന പരിപാടികളാണ് ഇതെല്ലാം. പിന്നെ നാട്ടിലുള്ള ലോട്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോസസ്സ് നമ്മൾ വന്നു കഴിഞ്ഞു. പിന്നെ നാട്ടിലുള്ള ഈ ചെറിയ കച്ചവടക്കാരുണ്ട്. അവരിങ്ങനെ നമ്മൾ വടയ രീതിക്കനുസരിച്ച് കടയിലിരിക്കും. അവരവിടെ നമ്മൾ കാവുണ്ടി കഴിയുമ്പോൾ അവർ വാരി നോക്കി അതിൻ്റെ ഒരു ക്വാളിറ്റി നിശ്ചയിച്ച് അവരൊരു വില പറഞ്ഞെടുക്കും. ഇപ്പം അതിനകത്ത് പല ചീറ്റിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഓപ്ഷൻ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ഒരാളുടെ കായ ഒരു 300 കിലോ കായ ഒരേ നിലവാരത്തിൽ ഒരേ ക്വാളിറ്റിയിലുള്ളത് 3 ലോട്ടായിട്ട് പതിയുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. 3 ലോട്ടായിട്ട് 3 സെക്ഷനായിട്ട് പതിയും. ആ 3 സെക്ഷനും സത്യത്തിൽ ഒരേ നിലവാരത്തിലും ഒരേ ഗുണനിലവാരമുള്ള കായാണ്. പക്ഷേ അത് ഓപ്ഷനിൽ വരുമ്പോൾ പലപ്പോഴും 10, 15, 20 രൂപ ഡിഫറൻസ് വരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. അന്നേരം ഓപ്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മനോഭാവം അനുസരിച്ച് വില നിശ്ചയിക്കും. നമുക്ക് തന്നെ സങ്കടം തോന്നും. 1020 രൂപയ്ക്ക് വിൽക്കാൻ എനിക്കൊരു ഒരു ലോട്ട് കഴിഞ്ഞെങ്കിൽ അതേ സാധനം 1000 രൂപയ്ക്ക് വിൽക്കാൻ കഴിയാതെ വരുന്നപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു പോകുമ്പോൾ വിഷമമുണ്ട്. അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ഏത് ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഉൽപ്പാദകന് അതിൻ്റെ വില നിശ്ചയിക്കാനും പറയാൻ അവകാശമുണ്ട്. ഒരു മുട്ടസൂചി ഉണ്ടാക്കുന്ന ആൾ, ഈ ബട്ടൺസ് ഉണ്ടാക്കുന്ന ആൾ പോലും ബട്ടൺസ് ഇന്ന വിലയെന്ന് അവനാണ് നിശ്ചയിക്കുന്നത്. പക്ഷെ അതേസമയം ഇത്രയും വലിയ അമൂല്യ നിധിയായത് ഈ സംഗതി ഉണ്ടാക്കിയിട്ട് നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ ചെല്ലുമ്പം ഇതിന് 800 രൂപയെ വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് വിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. ശരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ. ഇന്നിപ്പം 1000 രൂപ ചിലവ് ഒരു കിലോ കായ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ അപ്പോൾ അതിനേക്കാൾ വില കുറച്ച് വിറ്റാൽ
ആ കൃഷി നിലനിൽക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ജനറേഷനിൽ ഞങ്ങളുടെയൊക്കെ മക്കളാരും ഈ ഫീൽഡിൽ നിൽക്കുന്നില്ല. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. കാരണം ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് എല്ലാം വിദേശത്തേക്ക് ഏതെങ്കിലും ജോലി അന്വേഷിച്ച് പോകുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ല. കൃഷി എന്ന് പറഞ്ഞാൽ അഭിമാനകരമായിരുന്നു, ആദായകരവുമായിരുന്നു. ഇന്നിപ്പോൾ സത്യത്തിൽ ആദായകരമല്ല. ഇന്ന് സത്യത്തിൽ ഗവൺമെൻറ് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. ഞങ്ങൾക്കിതിന് ഒരു 3 വർഷം മുമ്പ് 4000 രൂപ വരെ വില വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വിലയാണ് കൃഷിയെയും കൃഷിക്കാരെ നശിപ്പിച്ചത്. കാര്യം അതിനനുസരിച്ചായിരുന്നു മറ്റു കാര്യങ്ങളെല്ലാം വില വർധനമെല്ലാം കൂലിയായാലും മറ്റ് എക്സ്പെൻസുകളായാലും അതനുസരിച്ച് മുമ്പോട്ട് പോയി. പക്ഷേ ഏലക്കായ്ക്ക് വില കുറഞ്ഞപ്പം അതൊന്നും കുറയാൻ കൂട്ടാക്കുന്നില്ല. ഈ പിന്നെ ഒറ്റ വർഷം കൊണ്ട് നമ്മുടെ ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞ വളം നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്ത് ജൈവവളം ഉപയോഗിച്ചാലും പൊട്ടാഷ് ഉപയോഗിക്കാൻ ഇവരെ പോലുള്ള സയൻറ്റിസ്റ്റുകൾ പറയും പൊട്ടാഷ് കുറച്ച് ഉപയോഗിക്കണം. പക്ഷേ പൊട്ടാഷിന് 700 രൂപ വിലയുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം, ഒരു 12 മാസം മുമ്പ്. ഇന്നിപ്പോൾ അതിന് 2000 രൂപ വിലയാണ്. 2000 രൂപ വിലയാണ്. ഏലക്കായുടെ വില അന്നുണ്ടായിരുന്നതിനേക്കാൾ പകുതി താഴോട്ട് പോയി. സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പിന്നെ നമ്മുടെ ജവാന്മാരും രാജ്യത്തെ മുഴുവൻ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കൃഷിക്കാരനും തുല്യ പരിഗണന കിട്ടേണ്ടതാണ്. അത് ഇന്ന് വരെ കൃഷിക്കാരൻ എന്നുള്ള ആ വിഭാഗത്തിന് അവൻ്റെ അവശത എന്താണോ, അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ ആരും തയ്യാറായിട്ടില്ല. കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ കീടനാശിനിയുടെ അളവ് കാർഷിക ഉൽപ്പന്നത്തിൽ ഏറ്റവും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ചില ഓർഗാനിസംസ് 20 മിനിറ്റ് മതി അതിൻ്റെ 2 ടൈംസ് ആവാനായിട്ട്. അതുപോലെ ഓരോ ഓർഗാനിസത്തിനും ഓരോ ഗ്രോത്ത് പീരീഡ് ഉണ്ട്. ഈ ഒരു സ്പീഡിൽ ഞങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് പോകും. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ കണ്ടോ, മീഡിയം ഇങ്ങനെ മിക്സ് ചെയ്യുക. ഒരു 20 വർഷം മുമ്പ് വാനില കൃഷി ഇവിടെ സജീവമായിട്ട് വന്നിരുന്നു. ആ വാനില എല്ലാം ഒരു പ്രത്യേക രോഗം വന്നു, ഫിസേറിയം ഫൈറ്റോത്തോറ. ഈ 2 രോഗങ്ങൾ കൊണ്ട് വാനില കൃഷി ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയി.